ഹലോ ഗൈസ്, ചൈനയിൽ ഈ കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. കൊറോണ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ചൈനീസ് അതോറിറ്റി ഈ ഹോസ്പിറ്റൽ നിർമ്മിച്ചത്. വെറും 10 ദിവസം കൊണ്ടാണ് അവർ ഈ 6,45,000 സ്ക്വയർ ഫീറ്റുള്ള ഹോസ്പിറ്റൽ നിർമ്മിച്ചത്. സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനൊരു ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടിവരും. എങ്ങനെയാണ് ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ സാധ്യമാവുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. പ്രീ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ സാധ്യമാവുന്നത്. എക്സ്ട്രീംലി കണ്ടൻസ്ഡ് ടൈം ഫ്രെയിമുള്ള, അതായത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കേണ്ട ഒട്ടുമിക്ക കൺസ്ട്രക്ഷനും ചെയ്യുന്നത് പ്രീ ഫാബ്രിക്കേഷനിലൂടെയാണ്. നമ്മുടെ നാട്ടിൽ വളരെ വിരളമായിട്ടാണ് പ്രീ ഫാബ്രിക്കേഷൻ കൺസ്ട്രക്ഷൻ ചെയ്യാറ്. ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ നാട്ടിലും പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിങ്സ് ഒരുപാട് ഉണ്ടായേക്കാം. സോ വാട്ട് ഈസ് പ്രീ ഫാബ്രിക്കേഷൻ? Prefabrication is the practice of assembling components of a structure in a factory or other manufacturing site and transporting complete assemblies or sub-assemblies to the construction site where the structure is to be located. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ സെക്ഷൻസോ കമ്പോണൻസോ ഏതെങ്കിലും ഫാക്ടറിയിൽ നിന്നോ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് സൈറ്റിൽ നിന്നോ അസംബിൾ ചെയ്തതിന് ശേഷം നമ്മുടെ സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രീ ഫാബ്രിക്കേഷൻ. പ്രീ ഫാബ്രിക്കേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഓൺ സൈറ്റ് പ്രീ ഫാബ്രിക്കേഷനും മറ്റേത് ഓഫ് സൈറ്റ് പ്രീ ഫാബ്രിക്കേഷനും. ഫസ്റ്റ് വൺ ഓൺ സൈറ്റ് പ്രീ ഫാബ്രിക്കേഷൻ ആണ്. സൈറ്റിൽ തന്നെയോ സൈറ്റിനോട് അടുത്തോ വെച്ച് കൺസ്ട്രക്ഷന് വേണ്ട പ്രീ ഫാബ്രിക്കേറ്റഡ് കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് ഓൺ സൈറ്റ് പ്രീ ഫാബ്രിക്കേഷൻ. ഇതിൻ്റെ വലിയൊരു പോരായ്മ എന്നത് ഒരു വലിയ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ക്വാളിറ്റി കൺട്രോളോ മെക്കാനിക്കൽ സപ്പോർട്ടോ കിട്ടില്ല എന്നുള്ളതാണ്. അടുത്തതായി ഓഫ് സൈറ്റ് പ്രീ ഫാബ്രിക്കേഷൻ അഥവാ ഫാക്ടറി പ്രീ ഫാബ്രിക്കേഷൻ. In this type of prefabrication, components are manufactured in a factory having high level of mechanization with the help of constant team and workmen. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൺ സൈറ്റ് പ്രീ ഫാബ്രിക്കേഷനേക്കാളും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനാണ് ഇതിലൂടെ സാധ്യമാവുന്നത്. അതുപോലെ ഒരു ക്ലോസ്ഡ് എൻവയൺമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി കൺട്രോൾ നല്ല രീതിയിൽ ചെയ്യാനും സാധിക്കുന്നു. ഇനി ജനറലി പ്രീ ഫാബ്രിക്കേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. മൂവിംഗ് പാർഷ്യൽ അസംബ്ലീസ് ഫ്രം എ ഫാക്ടറി ഓഫൺ കോസ്റ്റ് ലെസ് ദാൻ മൂവിംഗ് പ്രീ പ്രൊഡക്ഷൻ റിസോഴ്സസ് ടു ഈച്ച് സൈറ്റ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട മെറ്റീരിയൽസ് എത്രമാത്രമാണെന്നും എത്ര തവണ ഒരു വാഹനം സൈറ്റിലേക്ക് വരേണ്ടതുണ്ട് എന്നൊക്കെ. പ്രീ ഫാബ്രിക്കേഷൻ കൺസ്ട്രക്ഷനിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ വസ്തുത. അടുത്തതായി, സാധാരണഗതിയിൽ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഈ കൊണ്ടുവന്ന മെറ്റീരിയൽസ് എല്ലാം സൈറ്റിൽ വെച്ച് തന്നെ നമുക്ക് അസംബിൾ ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ലേബർ ചാർജ് പ്രീ ഫാബ്രിക്കേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലാണ്. മറ്റൊരു പ്രധാന അഡ്വാൻറ്റേജ് എന്നത് കൺസ്ട്രക്ഷൻ ടൈമാണ്. ഫാക്ടറി ടൂൾസായ ക്രെയിൻസ്, ജിഗ്സ്, കൺവേയേഴ്സ് മുതലായവ ഉപയോഗിക്കുന്നത് വഴി പ്രൊഡക്ഷൻ ക്യാൻ ബി മോർ പ്രിസൈസ് ആൻഡ് ഫാസ്റ്റർ. മറ്റൊന്ന്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഡോർ എൻവയൺമെൻറ്റ് മഴ, വെയിൽ, മഞ്ഞ് തുടങ്ങിയ വെതർ കണ്ടീഷൻസിൻ്റെ എഫക്റ്റ് ഇല്ലാതാക്കുന്നു. അതുവഴി ക്വാളിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അടുത്തതായി, സാധാരണഗതിയിൽ നമുക്ക് വളരെയധികം ഫോൾസ് വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ടെമ്പററി സപ്പോർട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ കയറി നിന്ന് വർക്ക് ചെയ്യേണ്ട ഉപകരണങ്ങളായിട്ടോ ഒക്കെ. എന്നാൽ ഒരു ഫാക്ടറിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെയിൻസ് അല്ലെങ്കിൽ റീയൂസ് ചെയ്യാവുന്ന മറ്റ് ഉപകരണങ്ങൾ എന്നിവയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഹയർ പ്രിസിഷൻ ഫാക്ടറി ടൂൾസ് ഉപയോഗിക്കുന്നത് വഴി വളരെ എനർജി എഫിഷ്യൻ്റ് ആൻഡ് സ്മാർട്ട് ബിൽഡിങ്സ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. കൂടാതെ മെറ്റീരിയൽ വേസ്റ്റേജ്, സൗണ്ട് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എന്നിവ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അനദർ വൺ ഈസ് കൺസ്ട്രക്ഷൻ സേഫ്റ്റി ആൻഡ് ഫ്രീഡം. റെയിൻ, വിൻഡ് എന്നിവ ഇല്ലാത്തതുകൊണ്ട് തന്നെ വി ക്യാൻ അഷ്വർ ദ സേഫ്റ്റി ആൻഡ് ഫ്രീഡം ഓഫ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. ഒരു സാധാരണ സൈറ്റിൽ ചിലപ്പോൾ മഴ വന്നാൽ കൺസ്ട്രക്ഷൻ നിർത്തിവെക്കേണ്ടി വന്നേക്കാം.
എന്നാൽ ഫാക്ടറി പ്രൊഡക്ഷനിൽ ഈ ഇഷ്യൂ ഉണ്ടാവുന്നതല്ല. പ്രീ ഫാബ്രിക്കേഷനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചില കേസിൽ നമുക്ക് വലിയ വോളിയൂംസ് ഉള്ള പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരുപാട് വാഹനങ്ങളും ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ആവാറുണ്ട്. എന്നാൽ അതേസമയം സാധാരണ ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം 1-2 വാഹനങ്ങളിൽ തന്നെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് നമ്മുടെ സൈറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതേപോലെ വലിയ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ വളരെ വലിയ എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണ്ടി വരും, ലൈക്ക് ഹെവി ഡ്യൂട്ടി ക്രെയിൻസ് ആൻഡ് ഓൾ. അടുത്തതായി പ്രീ ഫാബ്രിക്കേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 5 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, പാനലൈസ്ഡ് വുഡ് ഫ്രെയിമിംഗ്. ഈ രീതിയിലുള്ള പ്രീ ഫാബ്രിക്കേഷൻ കൺസ്ട്രക്ഷനിൽ വുഡ് പാനൽസ് ആൻഡ് ഫ്രെയിംസ് ആണ് യൂസ് ചെയ്യുന്നത്. റൂഫ് കവറിംഗ് ആയിട്ടും വോൾ പാനൽസ് ആയിട്ടും സ്ട്രക്ചറൽ സപ്പോർട്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ടിമ്പർ ഫ്രെയിമിംഗ്. വിദേശ രാജ്യങ്ങളിലെല്ലാം ടിമ്പർ ഫ്രെയിമിംഗ് പ്രീ ഫാബ്രിക്കേഷൻ ഒരു പോപ്പുലർ മെത്തേഡാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ടിമ്പർ ഫ്രെയിംസ് ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ട വാൾസ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ ആവശ്യാനുസരണം പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, കോൺക്രീറ്റ് സിസ്റ്റംസ്. കോൺക്രീറ്റ് പാനൽസ് ആവശ്യാനുസരണം ഫാക്ടറിയിൽ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മൊഡ്യൂൾസ് ആയിട്ടോ യൂണിറ്റ്സ് ആയിട്ടോ സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തഡാണ് സ്റ്റീൽ ഫ്രെയിമിംഗ്. ഡ്യൂറബിലിറ്റി, സ്ട്രെങ്ത്, ലൈറ്റ് വെയ്റ്റ് എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകത. മോഡുലാർ കൺസ്ട്രക്ഷൻ. ഈ മെത്തേഡിൽ ഓരോ സെക്ഷനും ഫാക്ടറിയിൽ നിന്ന് മൊഡ്യൂൾസായി നിർമ്മിച്ചതിന് ശേഷം സൈറ്റിൽ വെച്ച് അസംബിൾ ചെയ്യുന്ന രീതിയാണ് ഫോളോ ചെയ്യാറ്. സൈഡ് ബൈ സൈഡായോ എൻഡ് ടു എൻഡായോ സ്റ്റാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പ്ലേസ്മെൻറ്റിന് ശേഷം നമുക്ക് ഓരോ മൊഡ്യൂളും ഇൻ്റർ മൊഡ്യൂൾ കണക്ഷൻസ് വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഓവറോൾ ബിൽഡിംഗ് നിർമ്മിക്കുന്നത്. So in short, let's break down the stages involved in the prefabrication construction process. First, we have to divide the structure into a number of units. Then, the different units are precast in permanent factories or temporary plants. Then we have to transport the structure into the site. At last, we have to assemble the components to form a complete structure. So let's look at some of the examples. First one, the Huo-Shenzhen Hospital in China. Next one is a cluster of prefabricated timber houses that built in 1917 in England. It's a famous example for prefabricated structures. സോ പ്രീഫാബ്രിക്കേഷൻ എന്താണെന്നും അതിൻ്റെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻ ആണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്നും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഗൈസ്.